ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി ചൂണ്ടിക്കാണിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് SIT ഓഫീസിലേക്ക്, അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് പ്രതിഷേധക്കാരെ തടയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെറിയ ചില സംഘർഷങ്ങളിലേക്ക് പോവുകയാണ്. ജലപീരങ്കി പ്രയോഗിക്കുന്നതടക്കമുണ്ടായി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടുള്ളത്. അന്വേഷണം മെല്ലെ നീങ്ങുന്നു എന്നതാണ് ആരോപണം. ഇപ്പോൾ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിട്ടുണ്ട് പോലീസ്. പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണോ ഇപ്പോൾ? പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. 3 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഓരോ തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം ജലപീരങ്കി പ്രയോഗിക്കുന്ന സമയത്ത് പ്രവർത്തകർ പിന്നോട്ട് പോകും. അതിനുശേഷം വീണ്ടും വരും. പിന്നീട് ബാരിക്കേഡ് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോഴും അതുതന്നെയാണ്, ബാരിക്കേഡ് നീക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളമായി പ്രവർത്തകർ ഇവിടെ എത്തിയിട്ട് ഒന്ന സമയം മുതൽ തന്നെ ബാരിക്കേഡ് നീക്കി ഈ ഓഫീസിലേക്ക്, ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ശക്തമായ പോലീസിന്റെ ഒരു സന്നാഹമുണ്ട് താനും. ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജനീഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മാർച്ച് പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നില്ല, ആളുകളിലേക്ക് എത്തുന്നില്ല എന്നാണ് ഇവർ വിമർശനം ഉന്നയിക്കുന്നത്. 10ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന നിലയിൽ ആരോപണം നേരിടുന്ന ആളുകളെ SIT സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ചില മൊഴികൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരേക്ക് വന്നിരുന്നു. പക്ഷെ അവരെ ഒന്നും ചോദ്യം ചെയ്യുന്നതിനോ മറ്റ് നടപടികളിലേക്കോ SIT ഇതുവരെയും കടന്നിട്ടില്ല. രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് SIT നീങ്ങുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഹൈക്കോടതി തന്നെയാണ് ഈ അന്വേഷണത്തിൽ ഒരു മെല്ലപ്പോക്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സമീപനം വന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി യോജിച്ചത് ഡിസംബർ 5-ന് ശേഷം ഇത് കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം വരികയും ചെയ്യുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി നീങ്ങുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഒരു മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുക, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തുക, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരണം നടത്തുക, അല്ല അന്വേഷണം ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ അപ്പുറത്തേക്ക് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഒരു ഘട്ടത്തിൽ അങ്ങനെ കാര്യമായി കടന്നിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇതൊരു പ്രത്യക്ഷ സമരമായി ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഇതിന് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ്. SIT ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്താത്തതിനെതിരെയും അവരെ ചോദ്യം ചെയ്യാത്തതിനെതിരെയും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിലും പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ജനീഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് നേതൃത്വം നൽകുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടു. വിവരങ്ങളാണ് സിജോ വിജോൺ നൽകിയത്.